നമുക്കിന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ? വായോ. ഞാനങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഒന്നും യൂസ് ചെയ്യാതെ ഭയങ്കര സിമ്പിളായിട്ട് പുറത്ത് പോകുന്നല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാനാണെന്നുണ്ടെങ്കിലും ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും കേട്ടോ. അതിപ്പോൾ നമ്മൾ എന്തോ മുഖത്തിനൊരു ബ്രൈറ്റ്ൻ ആക്കുമല്ലോ. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. അല്ലാതെ വേറെ ഇങ്ങനെ എന്താ തന്നെ പറയാം, ഫൗണ്ടേഷൻ അല്ലാതെ വേറെയും കുറേ ലെയറൊക്കെ ഇടുന്നത് ഇങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ കാണാം. ഞാൻ മുഖത്ത് വേറെ ഒന്നും ഇതുവരെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുള്ളത് എന്താണെന്ന് പറയുക, റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കുമോ, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കത് സ്കിൻ കെയർ റൊട്ടീൻ ഒന്നുമില്ല. ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ റീല് കാണാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെ നൈറ്റ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ, മോർണിംഗ് ഇങ്ങനെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല. മോർണിംഗ് ആണെങ്കിലും ബ്രഷ് ചെയ്യും, നോർമൽ വെള്ളത്തിൽ അങ്ങ് മുഖം കഴുകും. നൈറ്റ് ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് നോർമൽ വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് കിടക്കും. ഞാൻ കുളിക്കുമ്പോൾ ഞാൻ ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നത് ആ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകും. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു 2 months ആയി ഇപ്പോൾ മുഖത്ത് ഫുഡിൻ്റെ ഒരു അലർജി വന്നിട്ട് ഫുൾ ഇൻഫെക്ഷൻ ആയിരുന്നു. ഫേസ് ഫുള്ള് അങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സിവിയറായിട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ഇത് സോപ്പ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് സെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എഴുതി തന്നുകൊണ്ടായിരുന്നു 2 times 30 days എഴുതിയിട്ടുള്ളത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതായി സെറ്റാഫിലിൻ്റെ സ്കിൻ ക്ലെൻസർ. ഞാൻ ഡോക്ടർ എഴുതി തന്നപ്പോഴാണ് ഫസ്റ്റ് ഈ ക്ലെൻസറേ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാറില്ല. ഡോക്ടർ തന്നെ പിന്നെ ഈ ക്ലെൻസർ ഉപയോഗിച്ച് 2 നേരം ഫേസ് വാഷ് ചെയ്യും. അതല്ലാതെ വേറെ ഒന്നും ഫേസിൽ സ്കിൻ കെയർ എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ എന്താ ചെറിയ മിഡിയും ടോപ്പ് അല്ലെങ്കിൽ കുട്ടി ഫ്രോക്ക് ഇങ്ങനത്തെ കുറച്ച് മോഡേൺ ലുക്കാണ് ഡ്രസ്സാണ് വെയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതും, അതേപോലെ ഇപ്പോൾ ചുരിദാറാണ് ഒരു നാടൻ ലുക്കാണെങ്കിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളതും കാണിക്കാം. ഫസ്റ്റ് ഇപ്പോൾ ജീൻസോ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ലുക്കിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഫസ്റ്റ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തതാണ് കേട്ടോ, ഇപ്പോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ ഇടും. ഞാൻ ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇപ്പം മഴയാണല്ലോ, അപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അതിപ്പോൾ ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇത് സൂപ്പറാണ്, ഇത് ഉപയോഗിക്കുന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ്. ഇത് സൂപ്പറാണ് പറയണമെങ്കിൽ ഞാൻ വേറെയും കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവണമല്ലോ. എനിക്കറിയില്ല ഇത് എത്രത്തോളം നല്ലതാണ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ എന്തോ ഇത് ഇട്ട് കഴിയുമ്പോൾ എന്തോ ഭയങ്കര ഇങ്ങനെ ഒരു ഗ്ലാസി ഫീൽ തരുന്ന പോലെ തോന്നാറുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, 500 എന്തോ ഉണ്ട് ഇതിന് റേറ്റ്. നല്ല ഓറഞ്ച് ലെമണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ഫസ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്യും. ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് പോലും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് അതൊന്നിങ്ങനെ എന്താ പറയുക സ്റ്റിക്കി ഒന്നും ഉള്ള ടൈപ്പ് അല്ല കേട്ടോ. കുറച്ചൊരു സെക്കൻഡിൽ അത് ഫുൾ അബ്സോർബ് ആവും. അബ്സോർബ് ആവുന്നവരെ ഞാനിങ്ങനെ മസാജ് ചെയ്യും കേട്ടോ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും രണ്ടേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ ഇടും, അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക്. അതും എനിക്ക് പറഞ്ഞു തരാമെന്നും അറിയില്ല. ഈ ഷെയ്ഡ് സൂപ്പർ അല്ലെങ്കിൽ ഈ ബ്രാൻഡ് സൂപ്പറാണെന്നും പറഞ്ഞു തരാമെന്നും അറിയില്ല. ഏതോ എൻ്റെ ലിപ്പിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയതോ അത് ഞാനങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ എന്ത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ ലിപ്പ് കുറച്ചിങ്ങനെ ഡ്രൈ ആണ്. അപ്പം ചിലതെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഇവിടെയൊക്കെ ഏറ്റവും നിൽക്കും. അതുകൊണ്ട് ആദ്യം ഒന്ന് ഞാൻ ലിപ് ബാം, ഇത് ഹിമാലയയിലെ ലിപ് ബാമാണ്, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏത് ലിപ്സ്റ്റിക്കാണോ ഇഷ്ടം അത്
എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ അങ്ങനെയല്ല, ഞാൻ ചിലപ്പോൾ ഡ്രസ്സായിരിക്കും ഡിപ്പെൻസ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക. ഇത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്, നമ്മൾ അങ്ങനെ ഇട്ടുന്നേ തോന്നൂല. എന്നാൽ ഡാർക്ക് ലിപ്പെല്ലാം ആണെങ്കിൽ ഇങ്ങനെ ഒരു ബേബി ലിപ്പ് പോലെ ആക്കി തരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ്, ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് നൈക്കയുടെ ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫേസിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ, ഇത് അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ യൂസ് ചെയ്യാം. വേറെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ അധികവും പുറത്ത് പോവാറ്. ഇത് മാമ എർത്തിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 07 റാസ്ബെറി സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ ഇട്ട് കാണിക്കണമെങ്കിൽ എനിക്ക് മിററില്ല, അപ്പം ഞാൻ ഇട്ടിട്ട് വരാം. ഭയങ്കര ഒരു ബ്രൈറ്റ് കളറല്ലേ. അപ്പോൾ വേറെ ഒന്നും നമ്മൾ മേക്കപ്പ് ഒന്നും വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ ഭയങ്കര ഫേസിൽ ബ്രൈറ്റൻ ആവും. ഞാൻ മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ കണ്ണധികം കാജലൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, അതേപോലെ തന്നെ പൊട്ടും ഉപയോഗിക്കില്ല. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ പോണി ടൈലും കൂടെ, എനിക്ക് മിറർ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നത്. പോണി ടൈലും കൂടെ കെട്ടി ജസ്റ്റ് ലിപ്സ്റ്റിക് തൊട്ട് പോണി ടൈലും കൂടെ കെട്ടിയിട്ട് ഞാൻ പുറത്ത് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മേക്കപ്പ് ലുക്ക്. മേക്കപ്പ് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ ഞാൻ ചെയ്യാം. എനിക്ക് എത്രത്തോളം ഫ്രണ്ടിലൊക്കെ പെർഫെക്റ്റ് ആണെന്ന് കാണുന്നില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മിറർ ഇല്ലാത്തത് കൊണ്ട്. ഇത് നല്ലോണം ഷോർട്ടാക്കി. ഇതാണ് ഞാൻ ജീൻസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ലുക്ക്. ഇതാണ് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്. ഇനിയിപ്പോൾ ചുരിദാറൊക്കെയാണ് വെയർ ചെയ്യുന്നത്, ഒരു നാടൻ ലുക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മുടി ഇങ്ങനെ തന്നെ പോണിറ്റെയിൽ കെട്ടും, ഇല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ അഴിച്ചിടുന്നത് കുറവാണ്, അധികം പോണിറ്റെയിൽ തന്നെ കെട്ടും. ഫേസിൽ എന്താ വ്യത്യാസം വരുത്തുന്നതെന്ന് വെച്ചാൽ കാജൽ ഞാൻ യൂസ് ചെയ്യും. ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ്. ഇനിയിപ്പോൾ എന്ത് പുതിയ ബ്രാൻഡ് വന്നാലും എന്ത് പുതിയ ടൈപ്പ് വന്നാലും ഒക്കെ ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഇത് മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടെ സജസ്റ്റ് ചെയ്യട്ടെ. ജസ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഭയങ്കര സൂപ്പറാണ്. ഇപ്പം നമ്മൾ രാവിലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജോബിനെല്ലാം പോയിട്ട് ഇപ്പോൾ നൈറ്റ് ആവും റിട്ടേൺ വരാനോ എങ്കിലും ഫുള്ള് സ്പ്രെഡ് ആവും ഒന്നുമില്ല, നമ്മൾ ഇട്ട് അതേപോലെ ഉണ്ടാവും. നല്ലൊരു ഭയങ്കര ഒരു ഡാർക്ക് കളറാണ്, ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഇത് ഇത്ര കുട്ടിയായി. ഇത് 500 something, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല സൂപ്പർ. ഇത് നൈക്കയുടെ ഷെയ്ഡ് പറയാനാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഫുള്ള് തീർന്നതുകൊണ്ട് എന്താ ഷെയ്ഡ് എനിക്കറിയില്ല. ഇതിൻ്റെ കവർ കണ്ടാൽ എനിക്ക് മനസ്സിലാവും, ഒരു പിങ്കും ഡാർക്കും കവർ. അപ്പോൾ ഞാനത് ഷോപ്പിൽ പോയി അതാണ് എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഷെയ്ഡ് എനിക്ക് ബ്ലാക്ക് നൈറ്റ് 001 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഷെയ്ഡ്. നൈക്കയുടെ പ്രൊഡക്റ്റ് ആണ്, നല്ല സൂപ്പർ. നല്ല എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ അത് തന്നെ, എത്ര ടൈം എടുത്താലും ഇത് സ്പ്രെഡ് ആവില്ല. നിങ്ങളൊന്ന് ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വരാം. ഇത് മിററില്ലാത്ത ഞാനെല്ലാം ചെയ്തിട്ടിട്ടെ. അപ്പോൾ ഇത് കണ്ണെഴുതി അത്രേ ഉള്ളൂ. ഞാൻ ഐലൈനർ ഇതിൽ ഭയങ്കര കുറവാണ്. എഴുതുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഇതാട്ടോ, ഡാസ്ലറിൻ്റെ ഐലൈനർ. അത് ഐലൈനർ മുകളിൽ എഴുതുന്നത് കുറവ്, അധികം കാജൽ മാത്രമേ ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഐലൈനർ യൂസ് ചെയ്യാറ്. പിന്നെ ചുരിദാറാണെങ്കിൽ ആ പൊട്ടിങ്ങനെ ഒരുപാട് വലിയത് എനിക്ക് ഇഷ്ടമല്ല. ഇതാ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയത് ഏകദേശം ഒരു 1 year ആവാനായി തോന്നുന്നു. ഇത് വേണ്ട കുട്ടി നിറച്ചും ഇത് കാണുമ്പോഴേറ്റം ഈശ്വര ഇതെങ്ങനെ ഇതിൽ നിന്ന് എടുത്തിട്ട് നെറ്റിലേക്ക് വെക്കണേ. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് എനിക്കിത് സെൻറ്ററിലാണെന്ന് മാത്രം കാണുന്നില്ല. ആണോ, ഈ ഒരു കുട്ടി പൊട്ടും കാജലും അതേപോലെ തന്നെ കുങ്കുമോ അല്ലെങ്കിൽ ഇത് ചന്ദനം ഇടും കേട്ടോ ചുരിദാറാണെങ്കിൽ. അപ്പോൾ ഈ കുങ്കുമം തൊട്ടിട്ട് അല്ല ഇത്രയേ ഉള്ളൂ. ഇതാണ് ചുരിദാറും അല്ലെങ്കിൽ മോഡേൺ ലുക്കും തമ്മിൽ ഞാൻ ചെയ്യുന്ന വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, നാടൻ ലുക്കാണോ എനിക്ക് നല്ലത്, മോഡേൺ ലുക്കാണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടിയോട് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും